9-10 ക്ലാസ്സുകളിലെ കുട്ടികളോടാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്രാവശ്യത്തെ ഓണം എക്സാം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? ഇത് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞു തരണം. ഇനി ഈ ചോദ്യം ഒരു 9th 10th സ്റ്റാൻഡേർഡിലെ കുട്ടികളോട് ആരെടുത്ത് ചോദിച്ചാലും അവർക്ക് അവരുടേതായുള്ള ഒരുപാട് കാരണങ്ങൾ പറയാനുണ്ടാവും. ചിലർക്ക് സമയം തികയാത്തതായിരിക്കും, ചിലർക്ക് മനസ്സിലുള്ള ഉത്തരം ഇംഗ്ലീഷിലാക്കി എഴുതാൻ പറ്റാതായിരിക്കും പ്രശ്നം, ചിലർക്ക് ഗ്രാമർ ആയിരിക്കും പ്രശ്നം, ചിലർക്ക് ഡിസ്കോസും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിന്റെ ഫോർമാറ്റുകൾ ആയിരിക്കും പ്രശ്നം, ചിലർക്ക് ഇത്രയും പഠിക്കാനുണ്ടല്ലോ, ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഇതൊന്നും ഓർമ്മയിൽ നിൽക്കാത്തതായിരിക്കും പ്രശ്നം. അപ്പം നിങ്ങളുടെ പ്രശ്നം എന്തായാലെങ്കിലും അല്ലേ, നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക. ഓണം എക്സാമിന് ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്രിസ്മസ് എക്സാം എന്തായിരിക്കും? ഓണം എക്സാമിന്റെ ഡബിൾ ആയിരിക്കും ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത്. ഓണം എക്സാമിന് നമുക്ക് എത്ര പഠിക്കാനുണ്ടോ അതിന്റെ ഡബിൾ ആണ് ക്രിസ്മസ് എക്സാം. ഓണം എക്സാം എത്ര ഡിഫിക്കൽട്ട് ആയിരുന്നോ അതിന്റെ ഡബിൾ ആയിരിക്കും ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത്. സോ ഈ ഒരു പ്രശ്നം നമ്മൾ ഇപ്പോഴേ സോൾവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇല്ലേ, ഇത് ക്രിസ്മസ് എക്സാം ആകുമ്പോഴത്തേക്ക് ഡബിൾ ആവും, ഡബിൾ ഭാരമാവും, നമുക്ക് തലയ്ക്ക് മീതെ എടുത്താൽ പൊങ്ങാത്തൊരു ഭാരമായിട്ട് മാറും. സോ ഇത് ഇപ്പം തന്നെ അങ്ങോട്ട് സോൾവ് ചെയ്ത് പോകാന്നുള്ള രീതിയിൽ കാണാം. നമുക്ക് ഇപ്രാവശ്യം ഫുൾ A+ വാങ്ങിക്കണം, ഇപ്രാവശ്യം ഇംഗ്ലീഷിന് എന്തായാലും A+ വാങ്ങിക്കണം. നിങ്ങൾ വിചാരിക്കുന്ന അത്ര പ്രശ്നമൊന്നും ഇല്ല ഇംഗ്ലീഷിൽ. ഇംഗ്ലീഷ് അത്ര എടുത്താൽ പൊങ്ങാത്ത വലിയൊരു സബ്ജക്റ്റും അല്ല. ചില കാര്യങ്ങൾ നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ ഇംഗ്ലീഷ് സബ്ജക്റ്റിനെ നമ്മളൊരു എഴുത്ത് പരീക്ഷയായിട്ട് പലപ്പോഴും കൺസിഡർ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിലുള്ള ഉത്തരം അതുപോലെ നമുക്ക് ഇംഗ്ലീഷിലാക്കി എഴുതാൻ വേണ്ടി പറ്റാത്തത്. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാലല്ലേ നമ്മൾ എഴുതുന്നതിൻ്റെ ഗ്രാമറൊക്കെ റെഡിയാവും. എഴുതുന്നതിനൊരു ഗ്രാമർ ഉണ്ട്, റൈറ്റിംഗ് ഗ്രാമർ എന്നാ പറയാം. ഇതൊക്കെ ഒന്ന് റെഡിയാവും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാവും. നമ്മളിതാ ക്രിസ്മസ് എക്സാം ആകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത് ഒരു വെബിനാറിലൂടെയാണ്. കംപ്ലീറ്റ്ലി പൂർണ്ണമായും സൗജന്യമായിട്ടുള്ള ഒരു വെബിനാർ ആയിരിക്കും. ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ അല്ലേ, നിങ്ങൾക്ക് നിങ്ങളുടേതായുള്ള പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് എനിക്ക് പറഞ്ഞുതരാം. അത് കൂടാതെ നമ്മളിപ്പോൾ പറഞ്ഞുള്ള പ്രശ്നങ്ങൾ, സമയത്തിന് എഴുതി തീർക്കാൻ പറ്റാത്തത്, മനസ്സിലുള്ള ഉത്തരം ഇംഗ്ലീഷിലാക്കി എഴുതാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഗ്രാമറിലുള്ള പ്രശ്നങ്ങൾ, ചില ഡിസ്കോസുകളുടെ അല്ലെങ്കിൽ ചില കാര്യങ്ങളുടെ ഫോർമാറ്റ് മനസ്സിലാത്ത, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അൾട്ടിമേറ്റ്ലി ക്രിസ്മസ് എക്സാം ആകുമ്പോഴത്തേക്ക് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുക എന്നുള്ളതും, എങ്ങനെ അൾട്ടിമേറ്റ്ലി എത്ര പഠിച്ചാലും മാർക്ക് കിട്ടാത്ത ഈ ഒരു പ്രശ്നം നമ്മൾ അതിനെ സോൾവ് ചെയ്തെടുക്കാൻ വേണ്ടി പോകണം. അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷനും കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു അൾട്ടിമേറ്റ് കോഴ്സ് തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു വെബിനാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ വെബിനാർ ഇതാ കൃത്യം 7:30 മണിക്ക് ഒക്ടോബർ 15 ബുധനാഴ്ചയാണ്. ഒരുപാട് പേർക്ക് ഇത് ആവശ്യമുണ്ടാവും. അവരിലേക്കൊക്കെ ഒന്ന് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കും. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും നിങ്ങൾക്ക്, 9th സ്റ്റാൻഡേർഡിലെയും 10th സ്റ്റാൻഡേർഡിലെയും ഫ്രണ്ട്സിന് ഒരുപാട് പേർക്ക് ഉണ്ടാവും. ഏറ്റവും ബേസിക് ലെവലിൽ നിന്ന് നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിച്ചെടുക്കാം. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ടീച്ചേഴ്സിനോട് തന്നെ ചോദിക്കാനുള്ള മടി ഉണ്ടാവും. ഇപ്പോൾ ഈ ഹാസും ഹാവും ഹാഡും തമ്മിലുള്ള വ്യത്യാസം എന്താ, അല്ലെങ്കിൽ ചിലപ്പോൾ വില്ലും വുഡും തമ്മിലുള്ള വ്യത്യാസം എന്താ, ഇതൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചല്ലേ, ഇതെങ്ങനെയാണ് ഞാനിപ്പോൾ ഒരാളെടുത്ത് ചോദിക്കുക, അങ്ങനെയുള്ള മടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഏറ്റവും ബേസിക് ലെവലിലുള്ള ഗ്രാമർ തൊട്ട് എങ്ങനെയാണ് നമ്മൾ ക്രിസ്മസ് എക്സാമിന്റെ കംപ്ലീറ്റ് പോർഷൻസ് കവർ ചെയ്യേണ്ടത്, ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ ഒരു പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇത് വെബിനാറിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതിന്റെ ഒരു അൾട്ടിമേറ്റ് എന്തായിരിക്കും, നിങ്ങളിതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഉപകാരം എന്തായിരിക്കും? നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ഉത്തരം, അത് മലയാളത്തിലോ എന്തോ ആവട്ടെ, നമ്മൾ മലയാളത്തിൽ നമ്മൾ ചിന്തിച്ചുണ്ടാക്കുന്ന ഉത്തരം അത് കൃത്യമായിട്ട് സമയത്തിന് നിങ്ങൾക്ക് ഇംഗ്ലീഷിലേക്ക് ഒരു ആൻസർ ആക്കി എഴുതാനുള്ള കോൺഫിഡൻസിലേക്ക് എത്തിച്ചേരാം. അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. അത്രയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അപ്പം 7:30 മണിക്ക് ഒക്ടോബർ 15 ബുധനാഴ്ച നിങ്ങൾ ആളെ കൂട്ടിയിട്ട് വരണം. പരമാവധി പേരിലേക്ക് ഇതൊന്ന് ഇപ്പോഴേ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോഴേ ഇതൊന്ന് നോട്ടിഫൈ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം നമുക്ക് വെബിനാറിൽ കാണാം. ബൈ.